കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങിൽ മൊഡ്യൂൾ 4 പാർട്ട് 2 കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്. എന്താണ് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്നാണ് പറയുന്നത്? കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് അപ്രോച്ച് ആണ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച്, അതാണ് സ്ട്രക്ചേർഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിനെ കമ്പ്യൂട്ടറിൽ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യുന്നതോ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു ടോപ്പിക്, അങ്ങനെയുള്ള ഒരു ടോപ്പിക്ക് ചിന്തിക്കാം. അതാണ് ഇവിടെ പറയുന്ന പ്രോബ്ലംസ്. അപ്പോൾ ഇതിനകത്ത് ഈ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങിന് കുറച്ച് കോമ്പണന്റുകളുണ്ട്. അതിൽ ഫസ്റ്റത്തെ ആണ് പ്രോബ്ലത്തിന് ഡീകമ്പോസ് ചെയ്യുക, പ്രോബ്ലം ഡീകമ്പോസിഷൻ. ഡീകമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രോബ്ലത്തിന് ചെറിയ ചെറിയ പാർട്ടുകളായി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു, ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അപ്പോൾ ഈ ചെറിയ പ്രോബ്ലംസ് ആകുമ്പോൾ, ചെറിയ മൊഡ്യൂളുകളാകുമ്പോൾ നമുക്കതിനെ കൂടുതൽ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതാണ് അങ്ങനെ ചെയ്യുന്നതിനുള്ള പർപ്പസ്. അവിടെ ഉണ്ട്, ഡെഫിനിഷനും പർപ്പസും ഉണ്ട്. ഇനി നമ്മളൊരു എക്സാമ്പിൾ പറയാമെന്ന്, നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം ഒരു ഫുൾ വെബ്സൈറ്റ് ഒരാൾ ക്രിയേറ്റ് ചെയ്യല്ല ചെയ്യുക. എന്താ ചെയ്യാന്ന് വെച്ചാൽ യൂസർ ഇന്റർഫേസ് ചെയ്യുന്നത് ഒരാളായിരിക്കും, അതിന്റെ ബാക്ക് എൻഡ് ചെയ്യുന്നത് വേറൊരാളായിരിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ നെറ്റിലൊക്കെ വെബ് സെർവേഴ്സ് ഒക്കെ ആക്സസ് ചെയ്യുന്ന വെബ് സൈറ്റുകൾ ആക്സസ് ചെയ്യും, അതിനകത്ത് രജിസ്ട്രി ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ പുറകിൽ എന്തോ നടക്കുന്നുണ്ട് അല്ലേ? സബ്മിറ്റ് ആവും അല്ലേ? ഫോമുകളാണെങ്കിൽ അത് സബ്മിറ്റ് ആവും, അല്ലെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വേറൊരു ഇതിലേക്ക് പോകും. അതൊക്കെ ചെയ്യുന്നത് ബാക്ക് എൻഡ് ആണ്. ആ ബാക്ക് എൻഡ് ഫെസിലിറ്റി ചെയ്യുന്നത് വേറൊരാളായിരിക്കാം. ഇനി സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് മോഡ്യൂൾ ആക്കി വെക്കും. അപ്പോൾ ഓരോ മോഡ്യൂളും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ആയിട്ട് ടാക്കിൾ ചെയ്യും. അല്ലെങ്കിൽ 3 ഇൻഡിവിജ്വൽസ് ടാക്കിൾ ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് പ്രോബ്ലം ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി പാറ്റേൺ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു പ്രോബ്ലത്തിനകത്ത് തന്നെയുള്ള പല സിമിലാരിറ്റി ഉള്ള അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് തോന്നുന്ന കുറേ പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടാവും. നമുക്ക് സോൾവ് ചെയ്യേണ്ട കുറച്ച് തീംസ് ഉണ്ടാവും. അതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അത് ഒരു പ്രോബ്ലത്തിൽ തന്നെ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിലധികമോ ഡിഫറെൻറ്റ് പ്രോബ്ലംസിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന തീമുകൾ, സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പുകൾ. ഇതെന്തിനാ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഓൾറെഡി അറിയുന്ന നോളജുകൾ, നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് പുതിയ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ എന്തായിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ഒരു മിസ്റ്റേക്ക് നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ ആ മിസ്റ്റേക്ക് രണ്ടാമത് കാണുമ്പോൾ നമ്മളത് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് സോൾവ് ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പാറ്റേൺ ഐഡന്റിഫിക്കേഷൻ ചെയ്യണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ, അതേപോലെ വേറെ മുന്നേ ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ ഇഷ്യൂസ് വരാം, എന്തൊക്കെ ആയിരിക്കാം ചില പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാറ്റേണിനെ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്യാം പുതിയൊരു പ്രോബ്ലം കിട്ടുമ്പോൾ. ഇനി ഒരു എക്സാമ്പിൾ പറയുന്നത്, ഡാറ്റ അനാലിസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഏരിയയിലുള്ള ഹിസ്റ്ററിക്കലി മുന്നേയുള്ള സെയിൽസിന്റെ ഡാറ്റ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ വരാൻ സാധ്യതയുള്ള ഫ്യൂച്ചർ ട്രെൻഡുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആ പഴയ ഡാറ്റയിൽ നിന്ന് മനസ്സിലാവും. അതാണ് പറയുന്നത്. ഇനി അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള എസെൻഷ്യൽ ഡീറ്റെയിൽസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ആവശ്യമില്ലാത്ത ഇറലവൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, വിട്ടുകളയുക. നമ്മൾ അതിനെ മാറ്റി വെക്കുന്നു. അപ്പോൾ ഓരോ യൂസറിനും ആവശ്യമുള്ള ഇത് മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതിനാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ യൂസേഴ്സ് ആയിട്ടുള്ള നമ്മളെപ്പോലെ പുറത്തു നിന്ന് ചെയ്യുന്ന ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് അതിനകത്ത് ഇന്റേണലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താ ചെയ്യുന്നതെന്നോ അതിന്റെ കോഡ് എന്താണെന്നോ, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആൾക്ക് അതിന്റെ പുറകിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഡാറ്റ സബ്മിറ്റ് ചെയ്തപ്പോൾ അത് അവിടെ പോയി സ്റ്റോർ ആയത്, ഇതൊന്നും അറിയണ്ടാവില്ല. ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിനെ സിംപ്ലിഫൈ ചെയ്ത് റെപ്രസെന്റ് ചെയ്യുക. അതാണ് അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി അതിനൊരു എക്സാമ്പിൾ ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്ക് അറിയുണ്ടാവും. സിയിലും C++ലൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ക്ലാസ്സുകളും ഫംഗ്ഷൻസും ഒക്കെ യൂസ് ചെയ്യും. അപ്പൊ അത് ഇന്റേണലി അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി നമ്മൾ ബോധേഡ് അല്ല. നമ്മൾ എന്തേ ചെയ്യുന്നുള്ളതിനെ യൂസ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ
എക്സാമ്പിൾ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഹാൻഡിൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടാവും. അതിനൊക്കെ നമ്മൾ സൊല്യൂഷൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അതിനകത്ത് നമ്മൾ ജനറൽ ആയിട്ട് കുറച്ച് പ്രിൻസിപ്പിൾസ് ഡിറൈവ് ചെയ്യുക, അതുപോലെ കുറച്ച് റൂൾസ് നമ്മൾ ഉണ്ടാക്കുക. ഇത് ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റും ചില കേസുകളിൽ ഈ പ്രശ്നം എത്രത്തോളം വരാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരാം എന്ന് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റും. അതാണ് പറയുന്നത്. അതുപോലെ അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ്. ML എന്ന് പറഞ്ഞാൽ മെഷീൻ ലേണിംഗ് ആണ്. മെഷീൻ ലേണിങ്ങിനകത്ത് നമ്മളൊരു മോഡൽ, ഒരു നെറ്റ്വർക്ക് ഉണ്ടാവും. ആ നെറ്റ്വർക്കിനെ നമ്മൾ ഒരുപാട് ഡാറ്റ കൊടുത്തിട്ട് അതിനെ ഇങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും, സിമിലർ ഡാറ്റ കൊടുത്തിട്ട്. ഇപ്പോൾ എന്തിനെങ്കിലും ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണെങ്കിൽ ഒരു ഐഡന്റിഫിക്കേഷൻ ചെയ്യുന്നൊരു മെഷീൻ ലേണിംഗ് സിസ്റ്റം ഉണ്ട് എൻ്റെ കയ്യിലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ എന്താണ് ഒരു പർട്ടിക്കുലർ ബേർഡിനെ മാത്രം ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് വെച്ചാൽ ആ ബേർഡിന്റെ കുറേ ഇമേജസ് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. അപ്പൊ അതിങ്ങനെ എന്ത് ചെയ്യും, അതിന് ആ ജനറൽ പാറ്റേണുകളിൽ നിന്ന് അതൊരു അസംഷനിലെത്തും. അതാണ് അവിടെ പറയുന്നത്. വരാൻ പോകുന്ന പ്രശ്നങ്ങളെയും കൂടി അത് എന്ത് ചെയ്യും, അവിടെ സോൾവ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇന്ന പ്രശ്നം വരാം, ഇതിന് ഇന്ന ഇഷ്യൂ വരാം എന്നുള്ള ഒരു നമുക്ക് ആ ജനറൽ ആയിട്ടുള്ള ഒരു ഇത് അതിനകത്തുനിന്ന് കിട്ടും. അതിനാണ് ഈ ജനറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിളുകളിൽ നിന്ന് നമ്മൾ പുതിയ പാഠങ്ങൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പുതിയ പ്രോബ്ലംസ് അല്ലെങ്കിൽ പുതിയ സൊല്യൂഷൻസ് കണ്ടെത്തുക.